അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചു വന്നത്. അതിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദർസുൽ ഖാമിസ്, 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേരെന്താണ്? അൽ ബിഅത്തുസ് സലീമ, സുരക്ഷിതമായിട്ടുള്ള പരിസ്ഥിതി, നല്ല പരിസ്ഥിതി. ഇത് മൻലൂമുൻ, അതൊരു പോയമാണ്. നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് കേട്ടു നോക്കാം. ഫിൽ ബിഅത്തിസ് സലീമ ഹയാതുനൽ കരീമ വറാഹത്തുൽ അമീമ വൽ ബഹ്ശത്തുൽ അലീമ ലാ തുലബിസുഹാ ഹയ്യഹ്ഫദൂഹാ لا تلبسوها هيحفظوها من آفة الكمامة والعادة الذميمة فأنتم بنوها وهي بكم رحيمة فالعيشة الهنيئة في البيئة السليمة فالعيشة الهنيئة في البيئة السليمة. കവിതയുടെ അർത്ഥം നോക്കാം. ഫിൽ ബിഅത്തിസ് സലീമ, ബിഅത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി, സലീമ സുരക്ഷിതമായ നല്ല പരിസ്ഥിതിയിലാണ് ഹയാത്തുന നമ്മുടെ ജീവിതം, അൽ കരീമ മാന്യമായതായി തീരുന്നത്. നല്ല ജീവിതം നമുക്ക് ലഭിക്കുന്നത് നല്ല പരിസ്ഥിതിയിൽ നിന്നാണ്. വറാഹത്തു ആശ്വാസവും ലഭിക്കുന്നു, അൽ അമീമ പൊതുവായിട്ടുള്ള വ്യാപകമായിട്ടുള്ള നല്ല ആശ്വാസവും ലഭിക്കും. വൽ ബഹ്ജത്തു ആനന്ദവും ശോഭയും, അൽ അലീമ വലിയതായിട്ടുള്ള മഹത്വരമായിട്ടുള്ള നല്ല ആനന്ദവും ശോഭയും വ്യാപകമായിട്ടുള്ള ആശ്വാസവും എല്ലാം ലഭിക്കുന്നത് ഫിൽ ബിഅത്തിസ് സലീമ സുരക്ഷിതമായ പരിസ്ഥിതിയിൽ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ലാ തുലവ്വിസൂഹ, ആ പരിസ്ഥിതിയെ നിങ്ങൾ മലിനമാക്കാൻ പാടില്ല. ഹയ്യ വരൂ, യഹ്ഫളൂഹ നിങ്ങൾ അതിനെ സംരക്ഷിക്കൂ. മിൻ ആഫത്തിൽ കുമാമ, ആഫത്ത് എന്ന് പറഞ്ഞാൽ അപകടം, കുമാമ മാലിന്യത്തിന്റെ അപകടത്തിൽ നിന്നും നിങ്ങൾ അതിനെ സംരക്ഷിക്കൂ. വൽ ആദത്തി, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം, പതിവ്. ദമീമ നിന്ദ്യമായ മോശമായ ശീലത്തിൽ നിന്നും മാലിന്യത്തിന്റെ അപകടത്തിൽ നിന്നുമെല്ലാം നിങ്ങൾ അതിനെ സംരക്ഷിക്കൂ. ഫഅൻതുമു അപ്പോൾ നിങ്ങളാണ്, ബനൂഹ ആ പരിസ്ഥിതിയുടെ മക്കൾ നിങ്ങളാണ്. വഹിയ ബിക്കും നിങ്ങൾക്കതിലുണ്ട്, റഹീമ കാരുണ്യമുണ്ട്. ഫൽ ഈശത്തുൽ ഹനീഅ, ഈശത്ത് ജീവിതം. ഫൽ ഈശത്തു അപ്പോൾ ജീവിതം, അൽ ഹനീഅ സ്വസ്ഥമായ ജീവിതം ലഭിക്കുന്നത് ഫിൽ ബിഅത്തിസ് സലീമ സുരക്ഷിതമായിട്ടുള്ള പരിസ്ഥിതിയിലൂടെയാണ്. സുരക്ഷിതമായ പ്രകൃതിയിലാണ് നമുക്ക് നല്ല സ്വസ്ഥമായ ജീവിതം ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, മിനൻ നഷീദ ഈ പോയത്തിൽ നിന്നും അൽ അൽഫാൽ അൽ മഖ്തൂമ, അൽഫാൽ പദങ്ങളെ, മഖ്തൂമ അവസാനിക്കുന്ന, താഇൽ അവസാനിക്കുന്ന പദങ്ങളെ കണ്ടെത്തണം. കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഉദാഹരണത്തിലെ 2 വേർഡ്സ് താഇൽ അവസാനിക്കുന്ന ഇത് കൊടുത്തിട്ടുണ്ട്, തായിൽ അവസാനിക്കുന്ന 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കവിതയിൽ നിന്നും ബാക്കി തായിൽ അവസാനിക്കുന്ന വേർഡ്സുകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ. സലീമ, കരീമ, അമീമ, അലീമ, കുമാമ, ദമീമ, റഹീമ, ഹനീഅ.
ഇവയൊക്കെ തായിലാണ് അവസാനിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. നുറത്തിബു നമുക്ക് ക്രമപ്പെടുത്താം, അസ്സുതൂറ വരികളെ ക്രമത്തിൽ എഴുതാം. ഇവിടെ കവിതയിൽ കൊടുത്ത ലൈനുകളിലെ വേർഡുകളാണ് ഡിസോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഫഅൻതുമു അപ്പോൾ നിങ്ങൾ, വഹിയാദ് വൽ ബഹ്ജത്ത് ആനന്ദം, ശോഭാബിക്കും നിങ്ങൾക്കുണ്ട്, ബനുഹ അതിന്റെ മക്കൾ, വറാഹത്ത് ആശ്വാസം, അൽ അലീമ വലിയത് മഹത്വരമായത്, അമീമ വ്യാപകമായത്, റഹീമ കാരുണ്യം. ഇവയൊക്കെ ചേർത്തിട്ട് കവിത ഓർഡറാക്കാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? കവിതയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫഅൻതുമു അപ്പോൾ നിങ്ങൾ, ബനൂഹ അതിന്റെ മക്കളായിത്തീരുന്നു, പരിസ്ഥിതിയുടെ മക്കളാണ് നിങ്ങൾ. വഹിയ അത്, ബിക്കും നിങ്ങൾക്ക്, റഹീമത്തുൻ കാരുണ്യമാകുന്നു. ഇനി അടുത്തത് എങ്ങനെ എഴുതാം? വറാഹത്തുൽ അമീമ ആശ്വാസമാകുന്നു, വ്യാപകമായ ആശ്വാസവും ലഭിക്കും. വൽ ബഹ്ജത്തുൽ അലീമ മഹത്വരമായിട്ടുള്ള വലിയ ആനന്ദവും ശോഭയുമൊക്കെ ഈ നല്ല പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അടുത്ത പ്രവർത്തനം, നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, അസ്സുതൂറ വരികളെ, മിനൽ മൻലൂബി പോയത്തിൽ നിന്നും, വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. ഇവിടെ ഏതാണോ യോജിച്ചു വരുന്നത് അത് ചേർത്ത് കൊടുക്കണം. ആദ്യത്തെ ചോദ്യം എന്ന് നോക്കൂ. മാതാ എന്താണ്, ഫിൽ ബിഅത്തി സലീമ സുരക്ഷിതമായ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുക? ഫിൽ ബിഅത്തി സലീമ സുരക്ഷിതമായ പരിസ്ഥിതിയിലാണ് ഹയാത്തുനൽ കരീമ നല്ല മാന്യമായ ജീവിതമുള്ളത്. വറാഹത്തുൽ അമീമ നല്ല സ്വസ്ഥമായ വ്യാപകമായിട്ടുള്ള ആശ്വാസവും. വൽ ബഹ്ജത്തുൽ അലീമ മഹത്വരമായിട്ടുള്ള ആനന്ദവും വലിയ ആനന്ദവും ഒക്കെ ലഭിക്കുന്നത് നല്ല സുരക്ഷിതമായ പ്രകൃതിയിൽ ജീവിക്കുമ്പോഴാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഐന എവിടെയാണ്, തകൂനു ആയിത്തീരുന്നത്, അൽ ഈശത്തുൽ ഹനീഅ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫൽ ഈശത്തുൽ ഹനീഅ അപ്പോൾ സ്വസ്ഥമായ ജീവിതം എന്നത് ഫിൽ ബിഅത്തി സലീമ സുരക്ഷിതമായിട്ടുള്ള പരിസ്ഥിതിയിലൂടെയാണ്, പരിസ്ഥിതിയിൽ ജീവിക്കുമ്പോഴാണ് സ്വസ്ഥമായ ജീവിതം ലഭിക്കുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 28 എന്താണെന്ന് നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇവിടെ ഒരു സൈഡില് മുഫ്രദ് ഏകവചനം കൊടുത്തിട്ടുണ്ട്, അടുത്ത സൈഡില് ജംഉം കൊടുത്തിട്ടുണ്ട്. മുഫ്രദ് സിംഗുലർ, ജംഉ പ്ലൂരലുമായ വേർഡുകളാണ്. നോക്കൂ. സൂറത്തുൻ ഒരു ചിത്രം, എന്നാൽ സുവറുൻ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ, കുറെ ചിത്രങ്ങളാവുമ്പോഴാണ് സുവർ വരിക. നെഹ്റുൻ പുഴ, ഒരു പുഴ. അൻഹാർ പുഴകള്. മസ്കനുൻ വീട്, ഭവനം. മസാക്കിനു വീടുകള്, ഭവനങ്ങള്. മൻലറുൻ കാഴ്ച, ഒരു കാഴ്ച. മനാലിറു കാഴ്ചകള്. യൗമുൻ ഒരു ദിവസം. അയ്യാമ് ദിവസങ്ങള്. കാറൂറത്തുൻ കുപ്പി, കാറൂറാത്ത് കുപ്പികള്. സമക്കുൻ ഒരു മത്സ്യം. അസ്മാക്ക് മത്സ്യങ്ങൾ. ഹയവാനുൻ ഒരു മൃഗം. ഹയവാനാത്ത് കുറെ മൃഗങ്ങള്. തോയിറുൻ ഒരു പക്ഷി. തൊയിറുൻ പക്ഷികൾ. അഹുൻ സഹോദരൻ. ഇഹ്വാനുൻ സഹോദരങ്ങള്. മുഷ്കിലത്തുൻ പ്രശ്നം, ഒരു പ്രശ്നം. മശാക്കിലു പ്രശ്നങ്ങള്. കെബീറുൻ ഒരു വലിയയാള്. കിബാറുൻ കുറെ വലിയ ആളുകള്. സൊഈറുൻ ഒരു ചെറിയ കുട്ടി. സിയോറുൻ കുറെ ചെറിയ കുട്ടികള്. റജുലുൻ ഒരു പുരുഷൻ. റിജാലുൻ കുറെ പുരുഷന്മാർ. ഇംറഅത്തുൻ ഒരു ലേഡി, ഒരു സ്ത്രീ. നിസാഉൻ കുറെ സ്ത്രീകള്. ത്വാലിബുൻ ഒരു സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥി. തുല്ലാബുൻ കുറെ വിദ്യാർത്ഥികള്. ത്വാലിബത്തുൻ ഒരു വിദ്യാർത്ഥിനി. ത്വാലിബാത്തുൻ കുറെ വിദ്യാർത്ഥിനികള്. യൗമുൻ ഒരു ദിവസം. അയ്യാമുൻ ദിവസങ്ങള്. ഇവ നിങ്ങൾ പ്രത്യേകം പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. ജംഉ മുഫ്രദ് ചോദിക്കാറുള്ളതാണ്. ഇവയെല്ലാം അർത്ഥസഹിതം തന്നെ പഠിക്കണം. കവിത പല പ്രാവശ്യം നിങ്ങൾ പാടി പഠിക്കുക. പിന്നെ കവിതയിൽ നിങ്ങൾക്ക് കിട്ടാത്ത അർത്ഥങ്ങളും
അർത്ഥസഹിതം പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസ്സഫുൽ ഖാദിം അസ്സലാമ ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.